90+ മൈ ട്യൂഷൻ ആപ്പിൽ ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പഠിക്കൂ. നേടൂ ബോർഡ് എക്സാമിന് 90+ മാർക്സ്. നമസ്കാരം, 100 ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് കാലത്തെ ഭക്ഷ്യക്കിറ്റ് വിതരണത്തെ ചൊല്ലി സർക്കാർ പ്രതിപക്ഷ പോര്. പ്രതിപക്ഷ നേതാവിന്റെ പരാതിയെ തുടർന്ന് സ്പെഷ്യൽ അരി വിതരണം തടഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നിയമ നടപടിക്ക് സർക്കാർ നീക്കം. ഈ മാസം അവസാനം നടത്താനിരുന്ന കിറ്റ് വിതരണം ഏപ്രിൽ 1 മാറ്റി. അരി മുടക്കിയത് പ്രതിപക്ഷ നേതാവാണെന്ന് മുഖ്യമന്ത്രി. അന്നം മുടക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് രമേശ് ചെന്നിത്തല. ഇരട്ട വോട്ട് വിവാദത്തിൽ പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കി പുതിയ വിവരങ്ങൾ. പ്രതിപക്ഷ നേതാവിന്റെ അമ്മയ്ക്കും കഴക്കൂട്ടത്തെ UDF സ്ഥാനാർത്ഥിക്കും AICC വക്താവ് ഷമാ മുഹമ്മദിനും ഇരട്ട വോട്ടെന്ന് CPIM. ഉദ്യോഗസ്ഥരുടെ വീഴ്ചയെന്ന് പ്രതിപക്ഷ നേതാക്കൾ. ആരോപണങ്ങൾ പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി. വോട്ടെടുപ്പിന് 9 ദിവസം മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. ഇരു മുന്നണികളും അഴിമതിയിൽ അഭിരമിക്കുന്നുവെന്ന് JP നദ്ദ. ഉദ്യോഗാർത്ഥികൾക്ക് മുട്ടിലിടയേണ്ട സാഹചര്യമെന്ന് രാഹുൽ ഗാന്ധി. രമേശ് ചെന്നിത്തല കേരളത്തിലെ BJP വക്താവായി മാറിയെന്ന് മുഖ്യമന്ത്രി. BJP ഏജന്റ് പിണറായി വിജയനാണെന്ന് രമേശ് ചെന്നിത്തല. UDFന് വർഗീയ കക്ഷികളുടെ വോട്ട് വേണ്ടെന്ന് ഉമ്മൻചാണ്ടി. തെരഞ്ഞെടുപ്പിൽ സമദൂര നയമെന്ന് യാക്കോബായ സഭ. ഐ-ലീഗ് കിരീടം ഗോകുലം കേരളയ്ക്ക്. ചാവു FCയെ തോൽപ്പിച്ചത് 1-4 ഗോളിന്. ചരിത്ര നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ കേരള ഫുട്ബോൾ ക്ലബ്ബാണ് ഗോകുലം കേരള FC. രമേശ് ചെന്നിത്തല കേരളത്തിലെ BJP വക്താവായി മാറിയെന്ന് മുഖ്യമന്ത്രി. RSSനും കോൺഗ്രസിനും ഒരേ മനോഭാവം. BJP ഏജന്റ് പിണറായി വിജയനാണെന്ന് രമേശ് ചെന്നിത്തലയുടെ മറുപടി. വോട്ട് കച്ചവട ആരോപണം ആവർത്തിച്ച് ഉമ്മൻചാണ്ടി. ആഴക്കടൽ മത്സ്യബന്ധന കരാർ വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവിന്റെ ആളുകൾക്കും പങ്ക്. N പ്രശാന്ത് IASനും മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം. EMCC കമ്പനി ഉടമ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിൽ ആസ്തി 10,000 രൂപ മാത്രം. വിദേശ സ്വത്ത് വെളിപ്പെടുത്തേണ്ടതില്ലെന്ന് ഷിജു M വർഗീസിന്റെ വിശദീകരണം. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിലും അസമിലും മികച്ച പോളിംഗ്. ബംഗാളിൽ പരക്കെ സംഘർഷം. നന്ദിഗ്രാമിൽ സുവേന്ദു അധികാരിയുടെ സഹോദരന്റെ കാർ തകർത്തു. ഝാർഗ്രാമിൽ CPIM സ്ഥാനാർത്ഥിക്ക് നേരെ ആക്രമണം. കിഴക്കൻ മിഡ്നാപൂരിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിവെപ്പ്. പുരുളിയയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ എത്തിച്ചു മടങ്ങിയ ബസ് കത്തിച്ചു. കിഫ്ബി വിഷയത്തിൽ പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവ് ചെയ്തത് കിഫ്ബിയുടെ കഴുത്തിൽ കുരുക്കിടുന്ന ആരാച്ചാരുടെ ജോലി. കിഫ്ബിയെ തകർക്കണമെന്നത് RSSന്റെയും UDFന്റെയും പൊതു ആവശ്യം. കേന്ദ്ര ഏജൻസികൾക്കെതിരായ ജുഡീഷ്യൽ അന്വേഷണം സർക്കാരിന്റെ മുഖം രക്ഷിക്കാനാണെന്ന് ഉമ്മൻചാണ്ടി. കിഫ്ബിക്കെതിരായ ആദായനികുതി വകുപ്പിന്റെ നടപടി തെമ്മാടിത്തരമെന്ന് ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. ഇനി കൂടുതൽ ഇലക്ഷൻ വാർത്തകളിലേക്ക്. കാണാം കേരള ബാറ്റൽ. LDFും UDFും അഴിമതിയിൽ അഭിരമിക്കുകയാണെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ. കേന്ദ്ര ഏജൻസി വേണമെന്ന് ആവശ്യപ്പെട്ടെന്ന് മുഖ്യമന്ത്രി. അന്വേഷണം മന്ത്രിസഭാംഗങ്ങൾക്ക് നേരെ നീങ്ങിയതോടെ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികൾക്ക് എതിരായെന്നും JP നദ്ദ. മോദി ഭരണം രാജ്യത്തിന്റെ സർവ്വമേഖലയും തകർത്തെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ. വികസനം കോർപ്പറേറ്റുകൾക്ക് മാത്രം. എല്ലാ സൂചികകളും രാജ്യത്തിന്റെ സ്ഥാനം വളരെ പുറകിലെന്നും D രാജ. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിൽ ഇടതുപക്ഷത്തിന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് CPI നേതാവ് ആനി രാജ. സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു മന്ത്രി അഭിപ്രായം പറഞ്ഞാൽ അത് ഇടതുപക്ഷത്തിന്റെ നിലപാടാകില്ല. ശബരിമലയിലെ വിഷയം ലിംഗസമത്വമാണെന്നും ആനി രാജ. PC ജോർജിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി LDF സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ. പരാതി പൊതുവേദിയിൽ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് ബ്ലേഡ് പലിശക്കാരനെന്ന് വിളിച്ച് ആക്ഷേപിച്ചു എന്നാണ് പരാതി. പാർട്ടി വിടുമെന്ന പ്രചാരണം തള്ളി മുൻ വയനാട് DCC പ്രസിഡന്റ് PV ബാലചന്ദ്രൻ. കൽപ്പറ്റയിൽ വയനാട്ടിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം ഉന്നയിക്കുക മാത്രമാണ് ചെയ്തത്. DCC പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാണെന്നും PV ബാലചന്ദ്രൻ. സംസ്ഥാനത്ത് ഇന്ന് 2055 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 52,000-ലധികം സാമ്പിളുകൾ. 3.93% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഏപ്രിൽ 1 മുതൽ കോവിഡ് വാക്സിനേഷൻ നൽകും. പൂരം എക്സിബിഷന് നിയന്ത്രണം ഏർപ്പെടുത്തിയതാൽ പൂരവും എക്സിബിഷനും ഉപേക്ഷിക്കുമെന്ന മുന്നറിയിപ്പുമായി സംഘാടക സമിതി. എക്സിബിഷന് ഓൺലൈൻ ബുക്കിംഗ് എന്ന നിബന്ധന അംഗീകരിക്കാനാവില്ലെന്നും പൂരം ഇല്ലാതാക്കുന്ന നടപടിയിൽ നിന്ന് ജില്ലാ ഭരണകൂടം പിന്മാറണമെന്നും സംഘാടക സമിതിയുടെ ആവശ്യം.
പൊതു അവധി ദിവസങ്ങളാണെങ്കിലും ദുഃഖവെള്ളി, ഈസ്റ്റർ ദിനങ്ങളിൽ സർക്കാർ ട്രഷറികൾ തുറന്നു പ്രവർത്തിക്കും. സർക്കാരിന്റെ ക്രമീകരണം തെരഞ്ഞെടുപ്പിന് മുൻപ് പെൻഷനും ശമ്പളവും വിതരണം ചെയ്യുന്നതിന്. ഈ ദിവസങ്ങളിൽ ഹാജരാകുന്ന ജീവനക്കാർക്ക് മറ്റൊരു ദിവസം അവധി അനുവദിക്കും. പൂഞ്ഞാറിലെ LDF പ്രചാരണത്തിനിടയിലേക്ക് PC ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ വാഹനം ഇടിച്ചു കയറ്റിയതായി ആരോപണം. സംഭവം പൂഞ്ഞാർ തെക്കേക്കര കൈപ്പിള്ളിയിൽ. ചെമ്പഴന്തി അണിയൂരിൽ CPIM പ്രവർത്തകനെ മുഖംമൂടി ധരിച്ചെത്തിയ 4-അംഗ സംഘം മർദ്ദിച്ചുവെന്ന് പരാതി. ആക്രമണത്തിൽ അഡ്വക്കേറ്റ് വേണുഗോപാലിന് പരിക്കേറ്റു. സംഘർഷത്തിന് പിന്നിൽ BJP പ്രവർത്തകരെന്ന് CPIM. കാണാം ദേശീയ വാർത്തകൾ. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ വീണ്ടും ഉയരുന്നു. 24 മണിക്കൂറിനിടെ 62,258 പോസിറ്റീവ് കേസുകളും 291 മരണവും. മഹാരാഷ്ട്രയിൽ നാളെ മുതൽ രാത്രികാല കർഫ്യൂ. വിമാനയാത്രയ്ക്കിടെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. കോവോവാക്സിന്റെ പരീക്ഷണം ഇന്ത്യയിൽ ആരംഭിച്ചുവെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് CEO അമേരിക്കൻ വാക്സിൻ നിർമ്മാതാക്കളായ നോവോവാക്സുമായി ചേർന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നിർമ്മിക്കുന്ന വാക്സിനാണ് കോവോവാക്സിൻ. സെപ്റ്റംബർ മുതൽ വാക്സിൻ വിതരണം ചെയ്യാനാകുമെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. മധ്യപ്രദേശ് ഭോപ്പാലിൽ വിമാനം തകർന്ന് 3 പൈലറ്റുമാർക്ക് പരിക്ക്. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടമുണ്ടായത് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ. ഗോവയിലെ ഏകീകൃത സിവിൽ കോഡ് സംവിധാനത്തെ പ്രകീർത്തിച്ച് ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ. ഏകീകൃത സിവിൽ കോഡ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ രാജ്യത്തെ ബുദ്ധിജീവികൾ ഗോവയിലെത്തണമെന്ന് SA ബോബ്ഡെ. പരാമർശം ഗോവയിലെ ബോംബെ ഹൈക്കോടതി ബെഞ്ചിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടന വേദിയിൽ. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ തുടർ ചികിത്സയ്ക്കായി ഡൽഹി എയിംസിലേക്ക് മാറ്റി. ആരോഗ്യനില തൃപ്തികരമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. നെഞ്ചുവേദനയെ തുടർന്ന് രാഷ്ട്രപതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്നലെ. ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് കോവിഡ് നേരിയ ലക്ഷണങ്ങൾ മാത്രമാണുള്ളതെന്ന് സച്ചിൻ. താരം വീട്ടിൽ നിരീക്ഷണത്തിൽ. നെഞ്ചുവേദനയെ തുടർന്ന് ചികിത്സയിലായിരുന്ന രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ ഡൽഹി എയിംസിലേക്ക് മാറ്റി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ബംഗ്ലാദേശ് സന്ദർശനം പൂർത്തിയാക്കി. ഇന്ത്യ ബംഗ്ലാദേശും തമ്മിൽ 5 ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചു. ഇന്ത്യയും ബംഗ്ലാദേശും ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന രാജ്യങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലം ഡോഗ് മില്യണയർ സിനിമാ താരം മാധുർ മിട്ടലിനെതിരായ അറസ്റ്റ് തടഞ്ഞ കോടതി. നടപടി മാധുറിനെതിരായ പീഡന കേസിൽ. ഉത്തരവിട്ടത് മുംബൈ അഡീഷണൽ സെഷൻസ് കോടതി. തനിക്കെതിരായ കേസ് റദ്ദാക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടെന്ന് ഷില്ലോങ് ടൈംസ് ന്യൂസ് എഡിറ്ററും പത്മശ്രീ ജേതാവുമായ പെട്രീഷ്യ മുഖ്യം. കഴിഞ്ഞ വർഷം പോലീസ് കേസെടുത്തത് ഷില്ലോങ്ങിൽ ആൺകുട്ടികൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ അപലപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനെ തുടർന്ന്. മുൻ IAS ഓഫീസേഴ്സും ദമ്പതിമാരുമായ അരവിന്ദ് ജോഷിയുടെയും ചീനു ജോഷിയുടെയും 1.5 കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നടപടി അഴിമതി കേസിൽ. കോവിഡ് പ്രതിരോധത്തിന് ലോക്ഡൌൺ ഒരു ശാശ്വതമായ പരിഹാരമല്ലെന്ന് ഡൽഹി ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിൻ. കോവിഡ് കാലം പെട്ടെന്ന് അവസാനിക്കില്ല. കോവിഡിനൊപ്പം ജീവിക്കാൻ പരിശീലിക്കണമെന്നും ആരോഗ്യമന്ത്രി. അനധികൃത കുടിയേറ്റക്കാരുടെ കേന്ദ്രമാക്കി ഇന്ത്യയെ മാറ്റാനാകില്ലെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ. ജമ്മു ജയിലിൽ കഴിയുന്ന റോഹിംഗ്യൻ അഭയാർത്ഥികളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയത്. ആന്ധ്രാപ്രദേശിൽ ഹോളി ആഘോഷങ്ങളും രാജ്ഭവനിലെ പാർട്ടിയും റദ്ദാക്കി ഗവർണർ. നടപടി കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ. ഡൽഹി പോലീസിലെ 7 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. നടപടി തലസ്ഥാന നഗരിയിൽ ക്രമസമാധാന സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന്. സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവർക്കാണ് സസ്പെൻഷൻ. ഡൽഹി മൃഗശാല അടുത്ത മാസം 1 മുതൽ വീണ്ടും തുറക്കും. ടിക്കറ്റുകൾ ഓൺലൈനായി ലഭ്യമാകും. ടിക്കറ്റ് വില 40 രൂപയിൽ നിന്ന് 80 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമുന്നയിക്കുന്ന ഹർജിയിൽ മെയ് മാസത്തിൽ വാദം കേൾക്കും. മെയ് 3-ന് വാദം ആരംഭിക്കുമെന്ന് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി. വാദം കേൾക്കുക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അരൂപ് കുമാർ ഗോസ്വാമി അധ്യക്ഷനായ ബെഞ്ച്. GSAT-1ന്റെ വിക്ഷേപണം മാറ്റിവെച്ച ISRO. തീരുമാനം GSLV F-10 റോക്കറ്റിലുണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്ന്. വിക്ഷേപണം അടുത്ത മാസം നടത്തിയേക്കുമെന്നാണ് പുതിയ റിപ്പോർട്ട്. രാമചരിത്രത്തിൽ ഡിപ്ലോമ കോഴ്സ് പ്രഖ്യാപിച്ച് മധ്യപ്രദേശ്. ഭോജ് ഓപ്പൺ സർവകലാശാലയിലാണ് വരുന്ന അക്കാഡമിക് വർഷത്തേക്ക് പുതിയ കോഴ്സ് പ്രഖ്യാപിച്ചത്. ഇനി കാണാം അന്തർദേശീയ വാർത്തകൾ.
അടുത്ത മാസം 22, 23 തീയതികളിൽ ആദ്യത്തെ ആഗോള കാലാവസ്ഥാ സമ്മേളനത്തിൽ റഷ്യയെയും ചൈനയും ക്ഷണിച്ച് അമേരിക്ക. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ 40 പ്രധാന രാജ്യങ്ങളിലെ നേതാക്കളെ വെർച്വൽ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുമെന്നും വൈറ്റ് ഹൌസ്. തെക്കൻ ഈജിപ്തിൽ തീവണ്ടി അപകടത്തിൽ 32 മരണം, 100-ലേറെ പേർക്ക് പരുക്ക്. അപകടമുണ്ടായത് 2 ട്രെയിനുകൾ കൂട്ടിയിടിച്ച് വീഴ്ച വരുത്തിയവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്ന് പ്രസിഡന്റ് അബ്ദുൽ സത്താഹ് അൽ സിസി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പ്രതിഷേധത്തെ തുടർന്ന് ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ ഫേസ്ബുക്ക് സസ്പെൻഡ് ചെയ്തു. നടപടി സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി. മോദിക്കെതിരെ പ്രതിഷേധം ആഹ്വാനം ചെയ്ത് ഹെഫാസത്ത് ഇ ഇസ്ലാം സംഘടന. പ്രശസ്ത ബാലസാഹിത്യകാരി ബെവർലി ക്ലെറി അന്തരിച്ചു. 104 വയസ്സായിരുന്നു. 40-ലേറെ ബാലസാഹിത്യ കൃതികൾ രചിച്ചിട്ടുണ്ട്. റമോണ കിംപി, ഹെൻറി ഹഗിൻസ് എന്നിവ പ്രശസ്ത കഥാപാത്രങ്ങളാണ്. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള 4 രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ജർമ്മനി. ഓസ്ട്രിയ, ഡെൻമാർക്ക്, ചെക്ക് റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾക്കാണ് നിയന്ത്രണം. ദരിദ്ര രാജ്യങ്ങളിലേക്ക് സമ്പന്ന രാജ്യങ്ങൾ 1 കോടി വാക്സിൻ ഡോസുകൾ നൽകണമെന്നാവശ്യപ്പെട്ട് ലോകാരോഗ്യ സംഘടന. 36 രാജ്യങ്ങളിൽ ഇപ്പോഴും 1 ഡോസ് വാക്സിൻ പോലും നൽകാനായിട്ടില്ലെന്നും WHO മേധാവി. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മെഡുറോയുടെ പേജ് മരവിപ്പിച്ച് ഫേസ്ബുക്ക്. നടപടി കോവിഡുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിനെ തുടർന്ന്. നിയന്ത്രണം 30 ദിവസത്തേക്ക്. സൂയസ് കനാലിൽ കുടുങ്ങിയ ചരക്ക് കപ്പൽ ഉടൻ നീക്കുമെന്ന് ഉടമകൾ. കനാലിന്റെ അടിഭാഗം കുഴിക്കാൻ 10 ടഗ് ബോട്ടുകൾ വിന്യസിച്ചു. കപ്പൽ കുടുങ്ങിയതിനെ തുടർന്ന് ചെങ്കടലിൽ 200-ലധികം കപ്പലുകൾ ഗതാഗതക്കുരുക്കിൽ പെട്ടിരുന്നു. അമേരിക്കയ്ക്ക് ഭീഷണിയുമായി താലിബാൻ. മെയ് 1 മുൻപ് സൈനികരെ പിൻവലിച്ചില്ലെങ്കിൽ സായുധ പോരാട്ടം തുടങ്ങുമെന്ന് താലിബാൻ. മുന്നറിയിപ്പ്: സൈനികരെ പിൻവലിക്കുക സാധ്യമല്ലെന്ന അമേരിക്കൻ പ്രസിഡന്റ് ബൈഡന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ. ഉന്നതതല എൻഫോഴ്സ്മെന്റ് ഓഫീസറായി വാഷിംഗ്ടൺ മിലിറ്ററി കമാൻഡറെ നാമനിർദ്ദേശം ചെയ്ത് അമേരിക്കൻ പ്രതിനിധിസഭാ സ്പീക്കർ നാൻസി പെലോസി. പുതിയ സുരക്ഷാ മേധാവിയായി നാമനിർദ്ദേശം ചെയ്തത് മേജർ ജനറൽ വില്യം വാക്കറെ. അന്തിമ തീരുമാനം പ്രതിനിധിസഭയിലെ വോട്ടെടുപ്പിന് ശേഷം. കൊളറാഡോ വെടിവെപ്പിൽ ഉപയോഗിച്ച സെമി ഓട്ടോമാറ്റിക് തോക്ക് നിയമപരമായി വാങ്ങിച്ചതാണെന്ന് അധികൃതർ. പ്രതി എന്ന് സംശയിക്കുന്ന 21-കാരൻ ആക്രമണം നടത്തിയത് കഴിഞ്ഞയാഴ്ച വാങ്ങിച്ച തോക്ക് ഉപയോഗിച്ച്. പ്രതിക്കെതിരെ കൊലപാതക ശ്രമത്തിനും കേസെടുക്കും. ഈ വർഷം വ്യാവസായിക തലത്തിൽ ഇലക്ട്രിക് കാറുകൾ ഉൽപ്പാദിപ്പിക്കുമെന്ന് റഷ്യ. നിർമ്മിക്കുക സ്വകാര്യ കമ്പനിയായ സെറ്റ രൂപകൽപ്പന ചെയ്ത കാറുകൾ. വാർത്ത ഔദ്യോഗികമായി പുറത്തുവിട്ട് റഷ്യൻ വ്യാപാര വ്യവസായ മന്ത്രി ഡെനിസ് മാൻഡുറോവ്. വിശുദ്ധ വാരത്തിൽ 1200 ഭവനരഹിതർക്ക് വത്തിക്കാനിൽ സൗജന്യ കോവിഡ് പ്രതിരോധ വാക്സിൻ. തീരുമാനം വാക്സിൻ ലഭിക്കുന്നതിൽ നിന്ന് ആരും ഒഴിവാക്കപ്പെടരുതെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അഭ്യർത്ഥനയെ തുടർന്ന് വത്തിക്കാനിലെ പോൾ ആറാമൻ ഹാളിൽ വാക്സിനേഷൻ നടക്കും. അനധികൃതമായി മത്സ്യബന്ധനം നടത്തിയ ചൈനീസ് ബോട്ട് പിടിച്ചെടുത്ത് തായ്വാൻ. 13 മത്സ്യത്തൊഴിലാളികൾ തടങ്കലിൽ. ബോട്ടിലുണ്ടായിരുന്ന 2000 കിലോ മത്സ്യം തിരികെ കടലിൽ നിക്ഷേപിച്ചു. ആഫ്രിക്കൻ ആനകൾ വംശനാശ ഭീഷണി നേരിടുന്നതായി ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. പരാമർശം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റെഡ് ലിസ്റ്റിൽ. സർവേ നടത്തിയത് സ്വിസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടന. അമേരിക്കൻ നോവലിസ്റ്റ് ലാറി മക്മർട്രി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ലോൺസം ഡവ് എന്ന കൃതിക്ക് 1986-ൽ പുലിറ്റ്സർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സാധാരണ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ പണം കണ്ടെത്തുന്നതിന് ബിഷപ്പുമാരുടെയും വൈദികരുടെയും ശമ്പളം വെട്ടിക്കുറച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. നടപടി കോവിഡ് മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന്. നടപടി പ്രാവർത്തികമാവുക ഏപ്രിൽ 1 മുതൽ. ദക്ഷിണ പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോളിലുണ്ടായ കലാപത്തെ തുടർന്ന് പോലീസുകാർ സമരക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി. പോലീസുകാർക്കെതിരെ ആക്രമണം നടത്തിയെന്നാരോപിച്ചാണ് അറസ്റ്റ്. ചിമ്പൻസികൾക്കായി മൃഗശാലയിൽ സ്ക്രീനുകൾ സജ്ജീകരിച്ച് ചെക്ക് റിപ്പബ്ലിക്കിലെ 2 മൃഗശാലകൾ. 2 മൃഗശാലകളിലെയും ചിമ്പൻസികൾക്ക് സൂം വഴി പരസ്പരം കാണുന്നതിനാണ് സംവിധാനം. കോവിഡിനെ തുടർന്ന് സന്ദർശകരുടെ അഭാവം ചിമ്പൻസികളിൽ ഒറ്റപ്പെടൽ ഉണ്ടാകാതിരിക്കാനാണ് ഈ നടപടി. ആശുപത്രി മാലിന്യങ്ങളിൽ നിന്ന് കലാസൃഷ്ടി ഒരുക്കി അർജന്റീനിയൻ ശില്പി മാർസെല്ലോ ടൊലേഡോ. ഉപയോഗശൂന്യമായ മാസ്ക്, സിറിഞ്ച് എന്നിവയിൽ നിന്ന് ആഭരണങ്ങളും ശില്പങ്ങളും നിർമ്മിക്കുന്നത് ശ്രദ്ധേയമാവുകയാണ്. ടിഗ്രേ മേഖലയിൽ നിന്ന് എറിട്രിയൽ സൈന്യത്തെ പിൻവലിക്കുമെന്ന് എത്യോപ്യ. തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് എത്യോപ്യൻ പ്രധാനമന്ത്രി അബിയ് അഹമ്മദ്. പ്രാദേശിക സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന തീരുമാനമെന്ന് അമേരിക്ക.
ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കെയ്റോയിൽ ബഹുനില കെട്ടിടം തകർന്നു വീണ് 5 മരണം, 24 പേർക്ക് പരിക്ക്, നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് സൂചന. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. സൗദി എയർലൈൻസിന് കേരളത്തിലേക്ക് സർവീസ് നടത്താൻ അനുമതി നിഷേധിച്ച നടപടിക്കെതിരെ പ്രവാസികൾക്കിടയിൽ വൻ പ്രതിഷേധം. പ്രവാസി വോട്ടേഴ്സിനെ തടയുന്നതിനാണ് നടപടിയെന്നാണ് ആരോപണം. കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടെന്നും ആരോപണം. റമദാനിൽ അബുദാബിയിലെ സ്കൂളുകളുടെ പ്രവൃത്തി സമയം 5 മണിക്കൂറിൽ കൂടാൻ പാടില്ലെന്ന് അബുദാബി വിദ്യാഭ്യാസ വകുപ്പ്. ക്ലാസുകൾ രാവിലെ 9:30 മുതൽ 3:30 വരെ മാത്രം. പെരുന്നാൾ വരെ പുതുക്കിയ സമയക്രമം തുടരും. അവധി കഴിഞ്ഞ് അബുദാബിയിൽ സ്കൂളുകൾ തുറക്കുക അടുത്ത മാസം 11-ന്. സ്പോർട്സ്. സൗത്ത് സോൺ സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള വനിതാ ടീമിന് കിരീടം. ഫൈനൽ മത്സരത്തിൽ ആന്ധ്രാപ്രദേശിനെ 3-0 പരാജയപ്പെടുത്തിയാണ് കേരളം കിരീടം നേടിയത്. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യക്ക് തോൽവി. ഇംഗ്ലണ്ടിന്റെ ജയം 6 വിക്കറ്റിന്. ഇന്ത്യ ഉയർത്തിയ 337 റൺസ് വിജയലക്ഷ്യം ഇംഗ്ലണ്ട് 39 പന്ത് ബാക്കി നിൽക്കെ മറികടക്കുകയായിരുന്നു. ഓർലീൻസ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിലെ മിക്സഡ് ഡബിൾസിൽ സെമിഫൈനലിൽ കടന്ന് ധ്രുവ് കപില, അശ്വിനി പൊന്നപ്പ സഖ്യം ബ്രിട്ടന്റെ മാക്സ് ഫ്ലിൻ, ജെസിക്ക പക്കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തി. പുരുഷ വിഭാഗം സിംഗിൾസിൽ കിഡംബി ശ്രീകാന്ത് സെമി കാണാതെ പുറത്തായി. മുൻ സ്പാനിഷ് താരം സാബി അലോൺസോ റയൽ സോസിഡാഡ് ബി ടീമിന്റെ പരിശീലനമായി തുടരും. കരാർ പുതുക്കി ക്ലബ് മാനേജ്മെന്റ്. താരം പരിശീലക സ്ഥാനം മാറുന്നുവെന്ന വാർത്തകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. അന്താരാഷ്ട്ര സ്കേറ്റിംഗ് യൂണിയന്റെ വേൾഡ് ഫിംഗർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായി റഷ്യൻ താരം അന്ന ഷെബക്കോവ 3 പ്രാവശ്യം ദേശീയ ചാമ്പ്യനായിരുന്നു. ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ റെസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ നാളെ വാക്സിനേഷൻ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KS ഷിനു. വാക്സിൻ വിതരണം പൊതുജനം റെസിഡൻസ് അസോസിയേഷനുകളുടെ ആഭിമുഖ്യത്തിൽ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ക്ഷേത്രം കുത്തിത്തുറന്ന് കവർച്ച. വെള്ളറട ശൂരൻ ക്ഷേത്രത്തിൽ നിന്ന് മോഷണം പോയത് 8 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ. നിലവിളക്കുകളും 5000 രൂപയും മോഷണം പോയെന്ന് ക്ഷേത്രം ഭാരവാഹികൾ. തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് വ്യാപനം തടയുന്നതിനുള്ള ജാഗ്രതാ നടപടികൾ കർശനമാക്കുമെന്ന് ജില്ലാ കലക്ടർ നവജോത് ഖോസ. ആരോഗ്യവകുപ്പ് ബുള്ളറ്റിൻ പ്രകാരം തീവ്ര രോഗബാധിത പ്രദേശങ്ങളിൽ കൂടുതൽ സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ നിയമിക്കും. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും കലക്ടർ. ആലപ്പുഴ ജില്ലയിൽ 62 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 57 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ജില്ലയിൽ ഇന്ന് 175 പേർക്ക് രോഗമുക്തി. ആധുനിക യന്ത്രങ്ങളില്ലാത്തതിനാൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നേത്ര ശസ്ത്രക്രിയകൾ നടക്കുന്നില്ലെന്ന് പരാതി. സൂപ്പർ സ്പെഷ്യാലിറ്റി സമുച്ചയം യാഥാർത്ഥ്യമായാൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷ. റെറ്റിന ശസ്ത്രക്രിയയ്ക്കുള്ള യന്ത്രങ്ങൾ സ്ഥാപിക്കണമെന്നും ആവശ്യം. LDF-ന് പിന്തുണയറിയിച്ച് പാലായിൽ സംയുക്ത കർഷക സംഘടനയുടെ നേതൃത്വത്തിൽ കർഷക ജാഥ. ഉദ്ഘാടനം നിർവഹിച്ച് കർഷക സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MT ജോസഫ്. പാലാ ടൗണിൽ ജാഥ സമാപിച്ചു. കോട്ടയം ചാത്തങ്കേരി പാടത്ത് നെല്ല് കെട്ടി കിടക്കുന്നത് പ്രതിസന്ധിയാകുന്നതായി കർഷകർ. കൊയ്ത്ത് കഴിഞ്ഞ് 4 ദിവസം പിന്നിട്ടിട്ടും നെല്ല് സംഭരണം നടക്കുന്നില്ല എന്നാണ് പരാതി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മഴ പെയ്തതും ആശങ്കയാകും. കളമശ്ശേരി മുട്ടാർപ്പുഴയിൽ മരിച്ച കണ്ടെത്തിയ പെൺകുട്ടിയുടെ അച്ഛനെ കണ്ടെത്താനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇയാളുടെ കാർ വാളയാർ ചെക്ക് പോസ്റ്റ് കടന്നുപോയതായി പോലീസ് സ്ഥിരീകരിച്ചു. പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം കോയമ്പത്തൂരിലേക്ക് വ്യാപിപ്പിച്ചു. LPG ടെർമിനൽ നിർമ്മാണത്തിനെതിരെ പുതുവൈപ്പ് നിവാസികൾ വീണ്ടും സമരത്തിലേക്ക്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നാണ് ആവശ്യം. നിരോധനാജ്ഞ പിൻവലിച്ചിട്ടും സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നുവെന്ന് നാട്ടുകാർ. മലപ്പുറം അങ്ങാടിപ്പുറം തിരുമന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ പൂരാഘോഷത്തിനിടയിൽ ആന ഇടഞ്ഞു. ആന ഇടഞ്ഞത് കുളിപ്പിക്കുന്നതിനിടയിൽ. പാപ്പാന് കുത്തേറ്റു. ഇടഞ്ഞത് ഗുരുവായൂർ ദാമോദർ ദാസ് എന്ന ആന. റെഗുലർ സർവകലാശാലകളിൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ നിർത്തലാക്കി നിയമം കൊണ്ടുവന്നതിനെ തുടർന്നെതിരെ മലപ്പുറത്ത് പ്രതിഷേധം. പാരലൽ കോളേജ് കൂട്ടായ്മ നടത്തിയ പ്രതിഷേധ ജാഥ ഉദ്ഘാടനം ചെയ്ത് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ A. പ്രഭാകരൻ. മലപ്പുറം കരിങ്കല്ലത്താണയിൽ പ്രഭാത സവാരിക്കിറങ്ങിയ യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. മരിച്ചത് കാഞ്ഞിരമുക്ക് സ്വദേശി അമൽ. അന്വേഷണം ആരംഭിച്ച് പെരുമ്പടപ്പ് പോലീസ്. മലപ്പുറം നിളയോരം പാർക്കിൽ മിയാവാക്കി വനം ഒരുക്കുന്നതിനായി വൃക്ഷത്തൈകൾ നട്ടു. വനവൽക്കരണ പദ്ധതി നടപ്പാക്കുന്നത് പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ കാട് ഒരുക്കുന്നതിന്റെ ഭാഗമായി. 100 വർഷം കൊണ്ട് സ്വാഭാവികമായി രൂപപ്പെടുന്ന വനം 30 വർഷം കൊണ്ട് വളർത്തിയെടുക്കുന്നതാണ് മിയാവാക്കി.
കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ പ്രവർത്തി നടക്കുന്ന ഭാഗങ്ങളിൽ പൊടിശല്യം രൂക്ഷമെന്ന് പരാതി. താമരശ്ശേരി, പെരുമ്പള്ളി, പുല്ലാഞ്ഞിമേട് ഭാഗത്താണ് ദേശീയപാത നവീകരണം നടക്കുന്നത്. പൊടിശല്യം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് പ്രവർത്തകർ റോഡ് നിർമ്മാണ സ്ഥലത്തേക്ക് മാർച്ച് നടത്തി. കോഴിക്കോട് ജില്ലയിലെ കാരശ്ശേരി പഞ്ചായത്തിൽ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ കൊല്ലാൻ കൂടുതൽ കർഷകർക്ക് അനുമതി നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. താമരശ്ശേരി ചുരത്തിലെ 1.5 മാസം നീണ്ട നവീകരണം പൂർത്തിയായതായി നാഷണൽ ഹൈവേ വിഭാഗം. ഗതാഗതം പുനരാരംഭിച്ചു. സംരക്ഷണ ഭിത്തി തകർന്നതാണ് ജോലികൾ വൈകാൻ ഇടയാക്കിയതെന്ന് അധികൃതർ. കേരള കർണാടക അതിർത്തിയായ നഞ്ചൻകോടിൽ പുതിയ ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കാൻ നീക്കം. തീരുമാനം കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയതിന്റെ ഭാഗമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ ജില്ലാ കലക്ടർ ഡോക്ടർ അദീല അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ വയനാട്ടിൽ യോഗം ചേർന്നു. ക്രമസമാധാന നില, കോവിഡ് സാഹചര്യം, വിവിധ നോഡൽ ഓഫീസേഴ്സിന്റെ കീഴിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ വിലയിരുത്തി. വയനാട്ടിൽ കബനി നദി നീന്തിക്കയറുന്നതിനിടയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഫയർഫോഴ്സും നാട്ടുകാരും നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയത് കുളവള്ളി അംബേദ്കർ കോളനിയിലെ മഹേഷിന്റെ മൃതദേഹം. വയനാട് ജില്ലയിൽ 58 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 56 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ജില്ലയിൽ ഇന്ന് 35 പേർക്ക് രോഗമുക്തി. കണ്ണൂർ പാപ്പിനിശ്ശേരി റെയിൽവേ മേൽപ്പാലത്തിന്റെ അടിഭാഗത്തും തകർച്ച. ബീമിന് അടിയിലുള്ള കോൺക്രീറ്റ് അടർന്നു വീണു. പാലത്തിലെ അപാകതകൾ കണ്ടെത്താൻ വിജിലൻസ് നേരത്തെ അന്വേഷണം തുടങ്ങിയിരുന്നു. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വർണ്ണവേട്ട. 2 പേരിൽ നിന്നായി 70 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം പിടികൂടി. മാനന്തവാടി സ്വദേശി ഷൌക്കത്ത് അലി, മലപ്പുറം സ്വദേശി മുഹമ്മദ് ഷാക്കി എന്നിവർ പിടിയിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലയിലെ ഓരോ മണ്ഡലത്തിലും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവാർഡുകൾ നൽകുമെന്ന് കാസർഗോഡ് ജില്ലാ കലക്ടർ ഡോക്ടർ ഡി സജിത് ബാബു. സ്ത്രീ വോട്ടർമാരുടെ എണ്ണം കൂട്ടുകയാണ് ലക്ഷ്യമിടുന്നതെന്നും കലക്ടർ. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതികളെ ചോദ്യം ചെയ്യാൻ സിബിഐക്ക് അനുമതി നൽകി കോടതി. പീതാംബരൻ ഉൾപ്പെടെയുള്ള പ്രതികളെ സിബിഐ സംഘം ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യൽ ജയിലെത്തി. ഹാൻഡ് ന്യൂസിലേക്ക് തിരികെ കാണാം. എന്റർടൈൻമെന്റ് ന്യൂസ്. ദുൽഖർ സൽമാൻ നായകനാകുന്ന ചിത്രം കുറുപ്പിന്റെ ടീസർ പുറത്ത്. ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രം ഫേവർ ഫിലിംസും എം സ്റ്റാർ എന്റർടൈൻമെന്റ്സും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ദ്രജിത് സുകുമാരൻ, മനോജ് കെ ജെയിൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാകുന്ന ആഹയുടെ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചു. ചിത്രം ജൂൺ 4 തിയേറ്ററുകളിലെത്തും. ബിബിൻ പോൾ സാമുവൽ സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രേം എബ്രഹാമാണ്. ഹോളിവുഡ് ചിത്രം സൂയിസൈഡ് സ്ക്വാഡിന്റെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസ് ചെയ്തു. ജെയിംസ് ഗൺ സംവിധാനം ചെയ്യുന്ന ചിത്രം ഓഗസ്റ്റ് 6 തിയേറ്ററുകളിലെത്തും. ഫാക്ട് ചെക്ക്. നീതി ആയോഗിന്റെ പേരിൽ പ്രചരിക്കുന്ന ചിത്രം സന്ദേശവും വ്യാജം. ഫോണിലെത്തുന്ന സന്ദേശത്തിന് വാട്സാപ്പിലൂടെ മറുപടി നൽകിയാൽ ദിവസേന 30,000 രൂപ സമ്പാദിക്കാനാകുമെന്നാണ് വ്യാജ സന്ദേശത്തിലൂടെ പ്രചരിക്കുന്നത്. വിമാനത്താവളങ്ങളിൽ ജോലിക്ക് ആളെ ആവശ്യമാണെന്ന് കാണിച്ച് OLXൽ പ്രചരിക്കുന്ന പരസ്യം വ്യാജം. പരസ്യം നൽകിയാണ് സംഘങ്ങൾ തട്ടിപ്പിന് നിലമൊരുക്കുന്നത്. ജോലി ശരിയാക്കി നൽകാമെന്നാണ് ആദ്യ വാഗ്ദാനമെങ്കിൽ പിന്നീട് അത് ട്രെയിനിങ്ങിന്റെ പേരിലാകും. പരിശീലനം നേടാൻ ചോദിക്കുന്ന പണം നൽകാൻ ആളുകളും നിർബന്ധിതരാകുകയാണ്. നിരവധി പേർ തട്ടിപ്പിൽ പെടുകയും പണം നഷ്ടമാവുകയും ചെയ്തതോടെ മുന്നറിയിപ്പുമായി കേരള പോലീസ് രംഗത്ത് വന്നു. നോക്കാൻ വേണ്ടി നാളത്തെ പ്രധാനപ്പെട്ട വാർത്ത. യൂത്ത് കോൺഗ്രസ് നാളെ സംസ്ഥാന വ്യാപക പ്രതിഷേധ പ്രകടനം നടത്തും. ഭക്ഷ്യധാന്യങ്ങൾ പൂഴ്ത്തിവെച്ചെന്നും വ്യാജ വോട്ടുകൾ നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രകടനം. ഇലക്ഷൻ പ്രചാരണത്തിനായി നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് കേരളത്തിലെത്തും. രാവിലെ വർക്കലയിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. തുടർന്ന് ശിവഗിരി ആശ്രമത്തിലും മന്ത്രി സന്ദർശനം നടത്തും. രാഹുൽ ഗാന്ധി നാളെ തമിഴ്നാട്ടിൽ പ്രചാരണത്തിനെത്തും. രാവിലെ 11:15 ശാസ്ത്രി നഗറിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ പങ്കെടുക്കും. 3:45 സേലത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തെ രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്യും. മഹാരാഷ്ട്രയിൽ നാളെ മുതൽ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തും. മാളുകൾ രാത്രി 8 മുതൽ രാവിലെ 7 മണി വരെ അടച്ചിടും. തീരുമാനം കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ. നാളെ ഓശാന ഞായർ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കും. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ കുരുത്തോല പ്രദർശനത്തിൽ നിയന്ത്രണം ഉണ്ടാവും. ഹാൻഡ് ന്യൂസ് പൂർത്തിയാവുന്നു. ശുഭരാത്രി.